ഞങ്ങളുടെ ചെറിയ ഗ്രാമത്തിൽ ഒരു പഴയ വീട്ടിൽ പരേതയായ പത്മിനിയമ്മയെന്നവൾ താമസിച്ചിരുന്നതായി കേട്ടിട്ടുണ്ട്. 10 വർഷം മുമ്പ് ആ വീട് വിൽക്കാനായി വന്നപ്പോൾ പലരും ഇറങ്ങിയുപോയി, ഒരു കാരണവുമില്ലാതെ. പക്ഷേ കഴിഞ്ഞ വർഷം റഹീം എന്നൊരു യുവാവ് ആ വീട് വാങ്ങി താമസിക്കാൻ തുടങ്ങി. അവൻ ആദ്യ ദിവസം തന്നെ വൈകുന്നേരം പഞ്ചായത്ത് ഓഫീസിൽ പോയി ഒരു അഗോധേളനെ കൊടുത്തു. രാത്രികൾക്ക് ആരോ ആരുടെയോ ചെരുപ്പിന്റെ ശബ്ദം കേൾക്കും. പെട്ടെന്ന് പടിയിലേക്ക് ആരോ ഇറങ്ങുന്നത് പോലൊരു ഭയം. പിന്നെ ശൂന്യച്ഛോദ. പക്ഷേ അയാൾ കേട്ടത് ശബ്ദമാത്രമായിരുന്നില്ല. ഒരു രാത്രി 1:30 മണിയോടെ കാറ്റു തട്ടിയ പോലെ വാതിൽ തുറന്നു. അവൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവളെ കണ്ടു. ഒരു സ്ത്രീ, വെളുത്ത നൈറ്റി, നീണ്ട ചെവി, പാദമില്ലാതെ നിലത്ത് ത്രയാദസായി നീങ്ങുന്നു. അവളുടെ കണ്ണുകൾ ശൂന്യമായിരിക്കുന്നു. അവൻ വാതിൽ അടക്കാൻ പോയപ്പോഴാണ് അവളത് പറഞ്ഞു. ഇവിടെ ഞാനായിരിക്കും. ഈ വീട് എന്റേതാണ്. അവന്റെ കൈകൾ തളർന്നു. വാതിൽ അടക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം അയാളെ കാണാനായില്ല. പിന്നെ ആളുകൾ വീട് പരിശോധിക്കവേ പാതിയിലേക്ക് തുറന്നു കിടക്കുന്ന വാതിൽ, കുറെ പുഴുവുള്ള തുണിയിലൊരു കുറിപ്പ്. ഞാൻ വിട്ടുപോകുന്നില്ല. അവൾ ഇപ്പോഴും വരുന്നു. തുടരും.